പല സർവേകളിലും ഇഞ്ചോടിഞ്ച് ഫൈറ്റ് എന്ന നിലയിലും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ 68 സീറ്റുകൾ ഇടതുപക്ഷത്തിന് ലഭിച്ചേക്കാം എന്ന് സർവേ പറയുന്നു. നമുക്കറിയാം സർവേകളൊന്നും 100% ശരിയാകണമെന്നില്ല. നേരെ റിവേഴ്സായിട്ടുള്ള സർവേകൾ ഉൾപ്പെടെ ഉണ്ട് താനും. അതുകൊണ്ട് നമുക്ക് ഇതിനെയൊന്നും പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റില്ല. ചില ട്രെൻഡുകൾ, ചില താല്പര്യങ്ങൾ, വോട്ടർമാരുടെ ചിന്ത, അതൊക്കെയാണ് പ്രധാനമായും ഈ വിവരശേഖരണത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഓരോ മണ്ഡലത്തിലെയും വോട്ടർമാരാണ് ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, ആ മണ്ഡലത്തിലെ വിഷയങ്ങൾ, ഇതുമൊക്കെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നതാണ്. അപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം അവർ പുലർത്തുന്ന ഒരു ആത്മവിശ്വാസം, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഏതാണ്ട് 88 സീറ്റുകളിൽ എങ്കിലും നിയമസഭാ കണക്കിൽ അവർ മുന്നിൽ നിൽക്കുന്നു. ലോക്സഭയിലെ കണക്കാണെങ്കിൽ അതിലും മുകളിലായിരുന്നു, 110 മുകളിൽ അവർ മുന്നിൽ നിൽക്കുന്നു. പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ ചിത്രം മാറാറുണ്ട്. ആ ആത്മവിശ്വാസത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കുന്നുണ്ടോ? ഇത്തരമൊരു വലിയ മാറ്റം അല്ലെങ്കിൽ സർവേകൾക്കപ്പുറത്ത് ഒരു ഭയാശങ്കകൾ ഏതെങ്കിലും തരത്തിൽ UDFന് ഇപ്പോഴുണ്ടോ? എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ UDFന് മുൻതൂക്കം ലഭിക്കുമെന്ന ഒരു ഭൂരിപക്ഷം സർവേകളും അങ്ങനെ തന്നെ അഭിപ്രായപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും UDF ക്യാമ്പ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് UDFന്റെ ഒരു സ്ട്രാറ്റജി ടീം കോൺഗ്രസിൻ്റെതായി മാത്രമുണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്നെത്തിയ ഒരു പ്രത്യേക പ്രൊഫഷണൽ സംഘമായിരുന്നു. അവരുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് ഇതൊരു ട്രെൻഡിന്റെ സൂചനയായി തന്നെയാണ് അവർ വായിച്ചെടുക്കുന്നത്. മാത്രമല്ല CNN News 18 പുറത്തുവിട്ട കണക്കുകളായിരിക്കാം ഇതിൽ ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ആയി വരിക എന്നൊരു വിലയിരുത്തലിലാണ് അവർ ഉള്ളത്. ഒന്നുകിൽ 70 മുതൽ 80 സീറ്റുകൾ വരെ എന്ന CNN News 18ന്റെ സർവേയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫലം അവർ പ്രതീക്ഷിക്കുന്നു. അതല്ല എങ്കിൽ ആക്സസ് മൈ ഇന്ത്യ പറയുന്നത് പോലെ 78 മുതൽ 90 സീറ്റുകൾ വരെ ലഭിക്കുന്ന ഒരു വലിയ ട്രെൻഡിലേക്ക് അത് മാറാം. ഈ രണ്ട് സാധ്യതകളാണ് നിലനിൽക്കുന്നതെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ ഔദ്യോഗികമായ പ്രതീക്ഷ. ഇനി കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള വിവരശേഖരണത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. അതിൽ പ്രകാരം തിരുവനന്തപുരത്ത് 5 സീറ്റുകൾ ഉറപ്പിക്കുകയാണ്. കഴിഞ്ഞ തവണ 1 സീറ്റ് മാത്രം ലഭിച്ച തിരുവനന്തപുരത്ത് 5 സീറ്റുകൾ UDFന് ഉറപ്പാണ് എന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ വിലയിരുത്തൽ. അവർ പ്രതീക്ഷ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് തിരുവനന്തപുരം, അരുവിക്കര, നെയ്യാറ്റിൻകര, കാട്ടാക്കട, അതോടൊപ്പം കോവളം, ഈ 5 സീറ്റുകളാണ്. അതോടൊപ്പം ടൈറ്റ് ഫൈറ്റ് നടന്ന മത്സരങ്ങളിൽ UDFന് എഡ്ജുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്നത് വട്ടിയൂർക്കാവാണ്. അങ്ങനെ 14ൽ 6 സീറ്റുകൾ ഏറ്റവും പ്രതികൂല സാഹചര്യത്തിലും കോൺഗ്രസിന് ഇവിടെ ഉറപ്പിക്കാൻ കഴിയുമെന്ന വലിയൊരു പ്രതീക്ഷയിലാണ് UDF ക്യാമ്പുള്ളത്. അതോടൊപ്പം തരംഗമുണ്ടായാൽ, അങ്ങനെ ഒരു തരംഗത്തിന് സാധ്യതയായി കൽപ്പിക്കപ്പെടുന്നത് 3 ജില്ലകളിൽ LDFന് ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടിയാണ്. അത് പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം. ഈ 3 ജില്ലകളിൽ LDFന് ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടിയായിരിക്കും UDFന് ഒരു തരംഗ സമാനമായ വിജയത്തിലേക്ക് നയിക്കുകയെന്നാണ് വിലയിരുത്തൽ. അതോടൊപ്പം സംസ്ഥാനത്ത് 2 മണ്ഡലങ്ങളിൽ കൗണ്ടർ കൺസോളിഡേഷൻ നടന്നിട്ടുണ്ട് എന്ന ഔദ്യോഗികമായ ഒരു വിലയിരുത്തലിലേക്ക് കൂടി ഈ ക്യാമ്പ് എത്തുന്നുണ്ട്. അത് തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരത്തും കോഴിക്കോട് പേരാമ്പ്രയിലുമാണ്. അതായത് UDFന്റെ സ്ഥാനാർത്ഥിയായി സുദർശ പാലോട് മത്സരിച്ച വാമനപുരത്തും ഫാത്തിമ തഹ്ലിയ മത്സരിച്ച പേരാമ്പ്രയിലും LDFന്റെ കൺവീനർ കൂടിയായ TP രാമകൃഷ്ണനെതിരെയായിരുന്നു ഫാത്തിമ തഹ്ലിയ മത്സരിച്ചത്. ഈ 2 സ്ഥലങ്ങളിൽ ഒരു കൗണ്ടർ കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ കൗണ്ടർ കൺസോളിഡേഷനിലേക്ക് നയിച്ചത് കോൺഗ്രസ് വിട്ടുപോയ ചില നേതാക്കളുടെ ഭാഗത്തു നിന്ന് നടത്തിയ പ്രതികരണങ്ങൾ അത് വലിയ തരത്തിൽ അവിടെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്ന ഒരു മണ്ഡലങ്ങളുടെ പട്ടികയിൽ തിരുവനന്തപുരത്തെ വാമനപുരവും ഇടം പിടിച്ചിരിക്കുന്നു ഈ AICCയുടെ സർവേ ടീമിന്റെയൊക്കെ കണക്കുകൾ പ്രകാരം. അങ്ങനെയെങ്കിൽ 70 മുതൽ 80 സീറ്റുകൾ. പക്ഷേ തീർച്ചയായും അവിടെ അതായത് ഇപ്പോൾ പൊതുവെ സർവേകളിലും ഒക്കെ പ്രതിഫലിക്കുന്നത് തെക്കൻ കേരളത്തിൽ ഒരു ഇഞ്ചോടിഞ്ച് ഫൈറ്റ് എന്ന നിലയിലാണ്. വടക്കൻ കേരളത്തിൽ UDFന് മേൽക്കൈ ഉണ്ടാകുമെന്ന് ഭൂരിപക്ഷം സർവേകളും പറയുന്നുണ്ട്. മിഡിൽ കേരളം ഒരു സമയത്ത് മധ്യ കേരളം UDFന്റെ കുത്തകയായിരുന്നു, അത് പിന്നീട് കൈവിട്ടു പോയത് നമുക്കറിയാം. അവിടെയും ഒരു തിരിച്ചുവരവ് UDFനുണ്ട് എന്ന് പറയുന്നു. പക്ഷേ തെക്കൻ കേരളത്തിൽ ഇഞ്ചോടിഞ്ച് എന്ന നിലയിലാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കില്ല തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ എന്നാണോ UDF ക്യാമ്പ് പറയുന്നത്? തീർച്ചയായിട്ടും അതാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത്. തിരുവനന്തപുരത്ത് 5 സീറ്റുകൾ ഉറപ്പായും ലഭിക്കും എന്ന അവരുടെ ഷുവർ സീറ്റുകളുടെ പട്ടികയിൽ തിരുവനന്തപുരത്ത് 5 മണ്ഡലങ്ങളുണ്ട്. പിന്നീട് ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ വട്ടിയൂർക്കാവും വാമനപുരവും ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏത് തരത്തിലുള്ള ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടായാലും 6 സീറ്റുകൾ ഉറപ്പിക്കാം തിരുവനന്തപുരത്ത് നിന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് UDF ക്യാമ്പുള്ളത്. അങ്ങനെ വന്നാൽ ഈ തെക്കൻ കേരളത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് കൃത്യമായ മജോറിറ്റി ക്രോസ് ചെയ്യാം.
70 എന്ന മാജിക് നമ്പർ ക്രോസ് ചെയ്യാം എന്ന വലിയ പ്രതീക്ഷ UDF ക്യാമ്പിനുണ്ട്. അവിടെ നിന്ന് തെക്കൻ കേരളത്തിലെ പകുതിയിലധികം സീറ്റുകൾ കൂടി പിടിച്ചാൽ നല്ലൊരു മാർജിനിൽ അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് UDFിനുള്ളത്. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 80-നും 85-നും ഇടയിലുള്ള സീറ്റുകൾ നേടിക്കൊണ്ട് UDF അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യത, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറും. ഈ തെക്കൻ കേരളത്തിൽ ഈ പ്രതീക്ഷിക്കപ്പെടുന്ന പോലെ പകുതിയിലധികം സീറ്റുകൾ, അതായത് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കൊല്ലത്തുമായി പകുതിയിലധികം സീറ്റുകൾ UDF പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു നല്ലൊരു മെജോറിറ്റിയിൽ, അതായത് ഒരു മൃഗീയമായ ഭൂരിപക്ഷം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ തന്നെ UDFിന് അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന ക്യാമ്പിന്റെ പ്രതീക്ഷ. യെസ്, അതായത് 100 സീറ്റുകളിൽ കൂടുതൽ നേടിക്കൊണ്ട് അധികാരത്തിൽ വരണം എന്ന ഒരു ക്യാമ്പയിന് തുടക്കം കുറിക്കുകയും അങ്ങനെ ലക്ഷ്യ എന്ന നിലയിൽ അങ്ങനെ ഒരു ക്യാമ്പയിനുമായി തെരഞ്ഞെടുപ്പിന് നേരിട്ടതാണ്. പക്ഷേ പിന്നീട് ആ എണ്ണം 80-ലേക്കൊക്കെ ചുരുങ്ങുമോ എന്ന് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും വലിയ ആത്മവിശ്വാസം തന്നെ ഇപ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം പുലർത്തുന്നുണ്ട്. ഈ പറയുന്നത് പോലെ 90-ഓ 100-ഓ ഒക്കെ സീറ്റിനടുത്ത് എത്തിയേക്കാമെന്ന പ്രതീക്ഷയൊക്കെ പുലർത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.